ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നു, വീട്ടൊക്കെ വന്നു. കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ആയിട്ട് എൻ്റെ ഫോൺ ഫുള്ളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന്. എന്തായാലും ഒന്നും നടന്നില്ല. അപ്പം നമുക്ക് വീണ്ടും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ ഡയറീസ്. ഇത് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാട്ടിൽ പോയേക്കുമായിരുന്നു. പോയിട്ട് വന്നപ്പോൾ ഉള്ള ഇവിടുത്തെ അവസ്ഥയാണിത്. വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ വെച്ചൊന്ന് ഭംഗിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഗാർഡനാണോ കാടാണോ വീടാണോ എന്നൊന്നും മനസ്സിലാകാൻ പറ്റാത്ത അതേപോലെ ഇരിക്കുക. നിറയെ പുല്ലൊക്കെ വളർന്ന് പിന്നെ ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം. ശരിക്കും ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടേക്ക് ആദ്യം താമസത്തിന് വന്നപ്പോൾ ഇതേപോലെയായിരുന്നു അവസ്ഥ. മുഴുവൻ കാട് പിടിച്ച് കിടക്കും. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുത്തതായിരുന്നു. ശരിക്കും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. അതേപോലെ പുല്ല് വളർന്ന് നിൽക്കായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. വെയിലൊട്ടും കളഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഗ്രാസ് മുഴുവൻ കട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചില പുല്ലിൻ്റെയൊക്കെ വേരെ നമുക്ക് പ്രതീക്ഷിച്ച പോലെയല്ല. ഈ പുൽത്തകടിയൊക്കെ പോലെ പുല്ല് പടർന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ഈസിയാവും. ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു. ഏതൊക്കെയോ തരത്തിലെ പുല്ലുകളൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു. അത് ഓരോന്നിൻ്റെയും വേര് നല്ല ആഴത്തിൽ ഇറങ്ങി നിൽക്കുക. നമുക്ക് കൈ കൊണ്ടൊന്നും പിടിച്ചാൽ വലിച്ചാൽ വരത്തില്ല. അതേപോലെ കിടക്കുമായിരുന്നു. കാരണം വെച്ചാൽ മണ്ണിങ്ങനെ നനയുന്നില്ലല്ലോ, നല്ല വെയിലായിട്ട് കിടക്കും. അതുകൊണ്ട് എന്താ ഭയങ്കര ഉറപ്പായിരുന്നു. നല്ല കഷ്ടപ്പെട്ട് വലിച്ച് എടുക്കാൻ നോക്കി. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് കളയായിരുന്നു. Just tap on your phone. Tell me what you need. ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഗ്രാസ് കട്ട് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ആദ്യം എടുത്ത വീഡിയോസ്. അവനിതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ, അവനൊരു വണ്ടി മൂവ് ചെയ്യുന്ന പോലൊക്കെ അവൻ്റെ ഫീല്. അപ്പം വണ്ടി മുമ്പോട്ട് പോകുന്നു, വണ്ടി പുറകോട്ട് വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കോൺസെപ്റ്റിലാണ് അവൻ ആ വീഡിയോകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് പല ചെടിയും വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഈ ചെടിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ അരി വീണ് കിടന്ന് വീണ്ടും കിളിച്ച്. ഞങ്ങളിവിടെ പോയപ്പോൾ കിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. വന്നപ്പോഴത്തേക്ക് എല്ലാം കിളിച്ചു പൂത്ത് നിൽക്കുന്നു. ഇത് ലാവൻഡർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷവും വെച്ചതായിരുന്നു. അതൊക്കെ അത്യാവശ്യം പിടിച്ച് കിട്ടി. കുറേയൊക്കെ ഞങ്ങളുടെ പോയി. കുറേ ഹൈഡ്രാഞ്ചിയ നമ്മുടെ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. അതിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. നല്ല വലിയ പൂക്കളും ഉണ്ട്. ചെടികളെല്ലാം നന്നായിട്ട് വളർന്ന് അതിനകത്തൊക്കെ ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് ബാറ്റയൊക്കെ പറന്നിങ്ങനെ നടക്കുന്നതാണ് ഒരു പ്രത്യേക രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗാർഡനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളുടെ ചുറ്റുപാടും ഒന്ന് റീഫ്രഷ് ആവും, നമ്മളും ഒന്ന് റീഫ്രഷ് ആവും അല്ലേ. വലിയ മേക്ക് ഓവറൊന്നും അല്ലെങ്കിലും ചെറിയ തോതിലാണെങ്കിൽ പോലുവേ അവിടെ ഉണ്ടായിരുന്ന ആ കാടും ആ വലിയ പുല്ലും ഒക്കെ ഒന്ന് വെട്ടി മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആശ്വാസം തോന്നി. ശരിക്കും തിരിച്ചു വന്നപ്പോൾ നല്ല സങ്കടം തോന്നിയിരുന്നു. എൻ്റെ ചെടികളൊക്കെ പോയോ, കുറേ ചെടികളുടെയൊക്കെ വിത്തുകളൊക്കെ വീണ് കിളിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കിളിച്ചോ, എന്തായി, വീണ്ടും എല്ലാം കരിഞ്ഞു പോയോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ തിരിച്ചു വന്നത്. ഇത് ഡെയ്സി ഫ്ലവറാണ്. ഇത് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വാടി കരിഞ്ഞ പോലെ വരും. അപ്പോൾ ആ മഞ്ഞ കളർ കാണുന്ന അതിനകത്തെല്ലാം അതിൻ്റെ അരി കാണും. അപ്പോൾ ഞാനത് പൊട്ടിച്ചത് അതിൻ്റെ ആ ചെടിയുടെ അവിടെ തന്നെ വീണ്ടും ഇടും. വീണ്ടും അവിടെ കിടന്ന് കിളിച്ചോളും. ആ 3 ചട്ടിയിലിരിക്കുന്ന റോസാണ്. ഞങ്ങൾ പോയപ്പോൾ ഇലയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇലയൊക്കെ നിറയെ വന്നിട്ടുണ്ട്. മുട്ടൊക്കെ ആകാനായി. പിന്നെ വലിയത് ഹൈഡ്രാഞ്ചിയ. ഇതിങ്ങനെ ഹൈഡ്രാഞ്ചിയയുടെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ ഇങ്ങനെ കുത്തി കുത്തി വെക്കും. പെട്ടെന്ന് കിളിച്ചോളും. കുറേ പൂവുണ്ട്. പിന്നെ ആ പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടോ, ഇത് ഫുള്ള് കരിഞ്ഞു പോയി. അത് എന്താ ചെടി മൂടോട് പോയൊരു ചെടിയായിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് ഇങ്ങനെ വീണ്ടും വെച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ നിന്ന് അത് വീണ്ടും കിളിച്ചു. ഞാൻ തിരിച്ച് വന്നപ്പോൾ അത് നിറയെ പൂവായി. ഞങ്ങൾ പോയപ്പോൾ അതിനകത്ത് അത്രയും പൂവൊന്നുമില്ല. അത് കിളിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നിറയെ പൂവായി. ഇതറിയാലോ,
ബേർഡ് ഫീഡറാണ്. ഇവിടെയാണ്, ഇതൊരു പഴയ കസേരയാണ്. ഇവിടെ രാവിലെയും വൈകിട്ടും ഇടയ്ക്കെല്ലാം നിറയെ കിളികൾ വരും. അപ്പം ഞാൻ ഇതിനകത്ത് വേണ്ട അതിന് വേണ്ടുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. അവർ നിറയെ വരും, നിറയെ വന്നിട്ട് ബഹളമാണ്. ഇവിടെ വന്ന് കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇത്രയും ദിവസം ഇവിടെ എല്ലാം നല്ലപോലെ കാട് പിടിച്ച് കിടന്നുകൊണ്ട് ചെടി ഏതാ, പൂവ് ഏതാ, കായ ഏതാന്നൊന്നും മനസ്സിലാകാത്ത പരുവത്തിൽ കിടക്കുമായിരുന്നു. എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് ഇരുന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ചെടികൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകത്തില്ല. കൂടുതലും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെടികളായിരിക്കും. ഇവിടെ എനിക്ക് വന്നപ്പോൾ ആദ്യം ഒരു വിഷമം അതായിരുന്നു. നമ്മൾ ഭയങ്കര ഇഷ്ടത്തോട് വെക്കുന്ന പല ചെടികളും ആ ഒരു സീസൺ കഴിയുമ്പോൾ അങ്ങ് പോകും. ചിലത് മാത്രമേ അങ്ങനെ പിടിച്ച് കിട്ടത്തുള്ളൂ. ഡെയ്സി പോലുള്ളതാണെങ്കിലും ട്യൂലിപ്സ് അങ്ങനെയൊക്കെയുള്ള ചെടികളാണെങ്കിൽ വീണ്ടും കിട്ടും. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഒക്കെ കിട്ടും. പക്ഷെ പല ചെടികൾ നെക്സ്റ്റ് ഇയറൊക്കെ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ആദ്യമൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. നല്ല നല്ല ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ചെടികൾ വെക്കാനാണ്. ഡാലിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ബൾബൊക്കെ ഉള്ളതാണ്, അത് നെക്സ്റ്റ് ഇയർ കിളിക്കും. ഹൈഡ്രാഞ്ചിയ അങ്ങനെ കുറേ ചെടികളുണ്ട്, അതൊക്കെ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് പ്ലാന്റ്സാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് യാർഡാണ്. ഈ കാണുന്ന എല്ലാ ചെടികളും ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നതാണ്. എല്ലാം വീണ്ടും കിളിച്ചു വന്നു. ഇപ്പം നിറയെ പൂ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുമെന്ന്. എന്തോ വീണ്ടും എല്ലാം കിളിച്ചു വന്നു, എല്ലാം പൂവൊക്കെ ആയി. എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ചു. ഇനി വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം. ഞാൻ സാധാരണയായിട്ട് മുട്ടയുടെ തോട്, ഉള്ളിയുടെ തൊലി അതൊക്കെ വെച്ചിട്ടുള്ള വളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ പ്ലാന്റ് ഫീഡ് കിട്ടും, അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.